ഇന്ന് ഞാൻ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മളെ വീട്ടിൽ മുട്ട പഴമൊക്കെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്നൊന്നായിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഏകദേശം ഒന്ന് റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതങ്ങ് കോരിയെടുക്കുക കേട്ടോ. കോരി എടുത്തിട്ട് നമ്മൾ വേറൊരു ഫ്രൈ പാനിലേക്കാണ് മാറ്റി വെച്ച് കൊടുക്കേണ്ടത്. നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഒന്ന് കോരി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ കോരി എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മുട്ടയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള മുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര, അതായത് 3 പഴത്തിന് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം എന്നുള്ള രീതിയിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഈ ഒരു സമയം തേങ്ങ ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ലാസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പഴത്തിലേക്ക് നമുക്ക് ഈ ഒരു മുട്ടക്കൂട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതിങ്ങനെ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ആ ഒരു പഴത്തിലൊക്കെ ആ ഒരു മുട്ടൊക്കെ ആവുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാത്തിലും നന്നായിട്ട് ഇങ്ങനെ ആ ഒരു എന്താ പറയുക പറ്റിപ്പിടിക്കാന്ന് പറയില്ല, ആ ഒരു രീതിയിലായി കിട്ടും. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ നമ്മൾ ഇതിങ്ങനെ വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പണിയുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഇത് കുട്ടികൾക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ നല്ലൊരു റെസിപ്പിയോ ആയിട്ടോ പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്